told your friend you're not okay, and tell me what's wrong and why you never said you felt that way. And guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to grey as you fade away, as you fade away. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആനു വ്ളോഗ് കേട്ടിട്ടുണ്ട് പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് സാക്കിറിലേക്കാണ്. ഈ വർഷത്തെ രണ്ടാമത്തെ വിൻ്റർ ക്യാമ്പിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഉമ്മലസത്ത് നിന്ന് ഇപ്പോൾ യാത്ര തിരിച്ചു. സമയം ഏകദേശം 8:40 IVCC നടത്തുന്ന ഒരു വിൻ്റർ ക്യാമ്പാണ് ഇന്ന് സാക്കിറിൽ ട്രീ ഓഫ് ലൈഫിൻ്റെ അടുത്ത് നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മനോഹരമായ ഒരു വിൻ്റർ ക്യാമ്പാണ്. ഇന്ന് പ്രത്യേകിച്ച് ബഹറിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്ന ഒരു വെതർ എന്ന് പറയുന്നത് ഏകദേശം 19 ഡിഗ്രിയാണ്. നല്ല തണുപ്പും അതുപോലെ ഉപരി നല്ല കാറ്റും കൂടെയാണ്. അപ്പം ആ ഒരു വിൻ്റർ ക്യാമ്പ് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. വിൻ്റർ ക്യാമ്പിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഉമ്മലസത്ത് നിന്ന് സാക്കിറിലേക്ക് യാത്ര തിരിക്കുകയാണ്. തിരിക്കുന്നതിന് മുൻപ് ഞങ്ങൾ ഈ ഉമ്മലസത്തെ ഒരു കഫ്തേരിയയിൽ വന്നിട്ട് 4 ഷവർമയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് പോകാനുള്ള തീരുമാനമാണ്. എന്തായാലും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സമയം ഏകദേശം 9:30 മണിയൊക്കെ ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് 10:30-11 മണിയൊക്കെ ആവും. എന്തായാലും കുട്ടികളൊക്കെ ആ സമയത്തൊക്കെ അത്രയും നേരം വിശന്നിരിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് എന്തായാലും ഇവിടെ നിന്ന് ഒരു ഷവർമയൊക്കെ കഴിച്ചിട്ട് പോവുകയാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് IVCC നടത്തുന്ന ആ വിൻ്റർ ക്യാമ്പിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെയാണ്. വിൻ്റർ ക്യാമ്പും ഓരോ ഓർമ്മകളായിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്പം നേരത്തെ കൊല്ലം പ്രവാസി അസോസിയേഷൻ്റെ ഒരു വിൻ്റർ ക്യാമ്പ് ഇപ്പോൾ കഴിഞ്ഞ മാസം നടന്നതേ ഉള്ളൂ. ഈ വർഷത്തെ രണ്ടാമത്തെ വിൻ്റർ ക്യാമ്പിലാണ് ഇപ്പോൾ ഞങ്ങൾ പങ്കെടുക്കാൻ പോകുന്നത്. ഓരോ വിൻ്റർ ക്യാമ്പുകളും ഓരോ ഓർമ്മകളാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഉമ്മലസത്ത് നിന്ന് സാക്കിറിലേക്ക് തിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഷവർമയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ബെനഫിറ്റ് പേ ചെയ്തിട്ട് ഞങ്ങൾ നേരെ സാക്കിറിലേക്ക് പോകും. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക. എന്തായാലും ഞങ്ങളെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രവാസ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന ഓരോ സന്തോഷങ്ങളാണ് ഓരോ വിൻ്റർ ക്യാമ്പുകളും ഓരോ ഒത്തുചേരലൊക്കെ പറയുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ രണ്ടാമത്തെ ഒരു വിൻ്റർ ക്യാമ്പിലാണ് ഇന്ന് പങ്കെടുക്കുന്നത്. IVCC ബഹ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു വിൻ്റർ ക്യാമ്പാണ് ഇന്ന് സാക്കിറിലെ ട്രീ ഓഫ് ലൈഫിനടുത്ത് വെച്ച് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രവാസ ജീവിതത്തിലെ ഇതുപോലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് നമുക്ക് എന്നും ഓർമ്മിക്കാൻ പറ്റുന്നത്. പ്രവാസ ജീവിതമൊക്കെ വിട്ട് നാട്ടിലൊക്കെ ചേക്കേറുന്ന സമയത്ത് അല്ലെങ്കിൽ നാട്ടിലേക്കൊക്കെ നമ്മൾ സെറ്റിലാവുന്ന സമയത്ത് ഇതുപോലുള്ള ഓർമ്മകൾ നമ്മളെ എന്നും സന്തോഷകരമാക്കും. കാര്യം ഈ ഒത്തുചേരലുകളും കൂടിച്ചേരലുകളൊക്കെ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു എപ്പോഴും ഓർമ്മിക്കാൻ പറ്റുന്ന ഓർമ്മകൾ തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഉമ്മലസത്ത് നിന്ന് സിത്ര വഴിയാണ് നേരെ സാക്കിറിലെ ഈ ട്രീ ഓഫ് ലൈഫിനടുത്തുള്ള ക്യാമ്പിലേക്ക് പോകുന്നത്, വിൻ്റർ ക്യാമ്പിലേക്ക് പോകുന്നത്. അപ്പം ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഗെയിംസുകളും കൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് IVCC സംഘടിപ്പിക്കുന്ന ഒരു വിൻ്റർ ക്യാമ്പിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഫാമിലിയായിട്ടാണ് പോകുന്നത്. അച്ചുവിന് ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ട്. അപ്പോൾ മെഡിസിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒറ്റയ്ക്ക് റൂമിൽ ഇരുത്തണ്ടെന്ന് വിചാരിച്ച് കൊണ്ടുവരുവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ മുതൽ ബഹറിൽ നല്ല തണുപ്പും അതുപോലെ ഉപരി നല്ല കാറ്റൊക്കെയാണ്. 19 ഡിഗ്രിയാണ് പുറത്ത് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓപ്പൺ ഏരിയ ആകുമ്പോഴത്തേക്ക് നല്ല തണുപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചെന്നിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ വണ്ടിയിൽ തന്നെ ഇരിക്കാൻ ഉള്ളൊരു പ്ലാനിലാണ് പോകുന്നത്. അതുപോലെ തന്നെ നേരത്തെ വൈൻഡപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാനുള്ള പ്ലാനും ഉണ്ട്. അപ്പോൾ നാളെ രാവിലെ പള്ളിയിലൊക്കെ പോകണമെന്നുള്ള വിചാരത്തിലാണ് പോകുന്നത്. എന്തായാലും ഞങ്ങളിപ്പം നേരെ സിത്രയൊക്കെ ക്രോസ് ചെയ്ത് നേരെ സാക്കിറിലേക്ക് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പൂർണ്ണമായും സാക്കിറിലെ ആ ട്രീ ഓഫ് ലൈഫിനടുത്ത് നടത്തുന്ന വിൻ്റർ ക്യാമ്പിൻ്റെ ഭാഗങ്ങളായിരിക്കും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങളും ആക്ടിവിറ്റീസുകളും കൾച്ചറൽ പ്രോഗ്രാമുകളും ഒക്കെ ആയിരിക്കും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ബഹറിലെ അലൂമിനിയം ഫാക്ടറി. ഇവിടെ നിന്ന് നമ്മൾ ഫ്രീ റൈറ്റ് എടുത്തിട്ട് ആണ് ട്രീ ഓഫ് ലൈഫിൻ്റെ അടുത്തോട്ട് പോകുന്നത്. നേരെ നമ്മൾ അസ്കർ വഴി വേണമെങ്കിലും പോവാം. അപ്പം ഈ വഴി മുൻപ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഈ വഴി.
ഈ വഴി ഒന്ന് പോയി നോക്കാം നമുക്ക്. ഇവിടുന്ന് ഏകദേശം 14 കിലോമീറ്ററാണ് കാണിക്കുന്നത്. 18 മിനിറ്റോളം സമയം എടുക്കും നമുക്ക് അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. സമയം ഏകദേശം 9 മണിയായി. ഇപ്പോൾ ക്യാമ്പിൽ ഓൾറെഡി ആൾക്കാരൊക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തൊട്ട് ഒരു മന്ദാരം ഉണ്ടായിരുന്നു, ഒരു മഴയുടെ ഒരു അന്തരീക്ഷമായിരുന്നു. ഇപ്പം പക്ഷേ ഒന്ന് മാറി നിൽക്കുകയാണ്, മഴയൊന്നുമില്ല. അതുപോലെ തന്നെ നല്ല തണുപ്പും ഉണ്ട്, അതുപോലെ തന്നെ കാറ്റും ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ആ വിൻ്റർ ക്യാമ്പ് നടക്കുന്ന ആ ഒരു പ്രദേശത്ത് എങ്ങനെയാണ് സ്ഥിതിയെന്ന് അറിയത്തില്ല. എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. നമ്മളെ ഇടതുഭാഗത്തും വലതുഭാഗത്തും ഒക്കെ ഈ ലൈറ്റ് ഇട്ട് കാണിച്ചിരിക്കുന്നത്, അലങ്കരിച്ച് കാണിച്ചിരിക്കുന്നതൊക്കെ ചെറുതും വലുതുമായ ഒരുപാട് ടെൻറ്റുകളാണ്. വീക്കെൻഡ് ആയിരിക്കും കൂടുതൽ ആൾക്കാർ ഈ ടെൻറ്റുകളൊക്കെ എടുക്കുന്നത്. നമ്മളെ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം 2.5 കിലോമീറ്റർ ദൂരമാണ് കാണിക്കുന്നത്. നമുക്ക് 4 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ നമ്മളെ സ്ഥലത്തെത്തും. അപ്പോൾ എന്തായാലും നമ്മളെ ടെൻറ്റുകളൊക്കെ കണ്ടു തുടങ്ങി. പിള്ളേരൊക്കെ 2 പേര് നല്ല ഉറക്കമായി. സമയം ഏകദേശം 9:30 മണിയായി. എന്തായാലും നല്ല അന്തരീക്ഷമാണ്, മഴയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ അവിടെ ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ ഉള്ളൂ എത്രത്തോളം തണുപ്പുണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ബാപ്കോയുടെ പ്ലാന്റുകൾ, ഈ എണ്ണക്കിണറുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഓയിൽ വെൽസ് ഒരുപാട് ഉണ്ടായതുകൊണ്ട് ഒരുപാട് ചെറിയതും വലുതുമായിട്ടുള്ള ഒരുപാട് പ്ലാന്റുകളും സബ്സ്റ്റേഷനൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതാണ് ബഹറിൻ്റെ ഡെസർട്ട് എന്ന് പറയുന്നത്. ബഹറിനെ സംബന്ധിച്ചിടത്തോളം വലിയ മണലാരണ്യൊന്നുമില്ല. ഇതേപോലുള്ള ഈ പിന്നെന്താണ് കല്ലും പിന്നെ മലയൊക്കെ ചേർന്ന പ്രദേശങ്ങളാണ് നമ്മൾ ഡെസർട്ടായിട്ട് പറയുന്നത്. ബഹറിൻ്റെ മനോഹരമായ ഡെസർട്ടാണ് ഈ സാക്കീർ അസ്കർ ഭാഗത്തുകളിൽ കാണുന്നത്. ഈ ഒരു ഭാഗത്താണ് ഇവിടുത്തെ ഗവൺമെൻറ് വിൻ്റർ സമയത്ത് ക്യാമ്പുകൾ ഇടാനുള്ള അനുമതി കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഇടതുഭാഗത്ത് കാണുന്നത് ഒരുപാട് ക്യാമ്പുകളാണ്, വലിയ വലിയ ക്യാമ്പുകളൊക്കെയാണ്. വീക്കെൻഡായിട്ട് ഒരുപാട് ഫാമിലീസ്, ലോക്കൽസും അതുപോലെ തന്നെ പല സംഘടനകളുടെ പരിപാടികളൊക്കെ ഈ ക്യാമ്പുകളിലാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 9:30 മണിയായപ്പോഴത്തേക്ക് ക്യാമ്പിലേക്ക് എത്തിച്ചേർന്നു. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് കൂടുതൽ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, ഓരോരുത്തരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും അച്ചുവും കിച്ചുമൊക്കെ നല്ല ഉറക്കമാണ്, അതുപോലെ തന്നെ സീനയും നല്ല ഉറക്കമാണ്. അപ്പോൾ അവരൊന്നും കാറിൽ നിന്ന് ഇറങ്ങിയതേ ഇല്ല. ഞാൻ എന്തായാലും ക്യാമ്പിലേക്ക് പോയി. രാവിലത്തെ ഒരു അന്തരീക്ഷം കണ്ടപ്പോഴത്തേക്ക് മഴ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിചാരിച്ചത്. അതുപോലെ തന്നെ നമ്മൾ ഉമ്മലസത്ത് നിന്ന് ഇറങ്ങിയ സമയത്ത് നല്ല തണുപ്പായിരുന്നു. പക്ഷേ ക്യാമ്പിൽ എത്തിയപ്പോഴത്തേക്ക് പറയത്തക്ക തണുപ്പോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് വലിയ കാറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു സമീപ പ്രദേശത്ത് ഒരുപാട് ചെറുതും വലുതുമായ ക്യാമ്പുകളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. ഇതൊരു സബ്സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ് ഈ ക്യാമ്പ്. മനോഹരമായ ഒരു ക്യാമ്പാണ്. 3ഓളം മജ്ലീസ് ഈ ക്യാമ്പിനുള്ളിലുണ്ട്. അതുപോലെ തന്നെ ഒരു ബാത്റൂമും ഒരു വാഷ്റൂമും കിച്ചൺ ഏരിയയൊക്കെ ഈ ക്യാമ്പിലുണ്ട്. ഫയർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഫയർ ക്യാമ്പിനുള്ള ഒരു പ്രത്യേക ഏരിയ ഉണ്ട്. അവിടെ കുറച്ച് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ആ ഒരു ഫയർ ക്യാമ്പ് ക്രമീകരിച്ചിരിക്കുന്ന ഭാഗത്ത് ചെറിയ ചെറിയ വാം ലൈറ്റുകളും മറ്റ് അലങ്കാര ലൈറ്റുകളൊക്കെ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട്. എന്തായാലും ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യും. കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ആക്ടിവിറ്റീസുകളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് കളിക്കുവാനും ആടുവാനും പാടുവാനും മറ്റു മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ക്യാമ്പിൽ വെച്ച് ഒരുപാട് ഗായകരെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു. ഒരുപാട് പ്രോഗ്രാമുകളിലൊക്കെ തമ്മിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇവരൊക്കെ ഇത്രത്തോളം വലിയ പാട്ടുകാരാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്തായാലും അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുവാനും അതുപോലെ തന്നെ കുറേ സന്തോഷിക്കുവാനും കുറേ ഓർമ്മകൾ നമുക്ക് ഈ ക്യാമ്പുകളിലൂടെ സമ്മാനിച്ചിട്ടുണ്ട്. എന്തായാലും മനോഹരമായ ഒരു ക്യാമ്പ് തന്നെയാണ്. IBCCയുടെ ഈ ഒരു ക്യാമ്പിൽ, ഒരു വിൻ്റർ ക്യാമ്പിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. മുൻകാലങ്ങളിലൊക്കെ IBCC ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് IBCC സംഘടിപ്പിക്കുന്ന ഒരു ക്യാമ്പിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. എന്തായാലും മനോഹരമായ ഒരു ക്യാമ്പ് തന്നെയായിരുന്നു. ഒരുപാട് കുട്ടികളും ഫാമിലീസൊക്കെ ഈ ക്യാമ്പിൽ പങ്കെടുത്തു. മനോഹരമായ ഒരു ക്യാമ്പായിരുന്നു. അതുപോലെ തന്നെ ആൾക്കാർക്കൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. ലൈവായിട്ട് ഗ്രില്ലും ദോശയും ഓംലെറ്റൊക്കെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ക്യാമ്പ് കൊണ്ട് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുവാനും സന്തോഷങ്ങൾ കൈമാറുവാനും അതുപോലെ തന്നെ മനോഹരമായ ഓർമ്മകളൊക്കെ സമ്മാനിക്കുവാൻ സാധിച്ചു.
കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ഗെയിംസുകളും മറ്റ് ആക്ടിവിറ്റീസുകളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും എല്ലാ കുട്ടികളും ഓരോ പ്രോഗ്രാമുകളിലും അതുപോലെ തന്നെ മറ്റ് ഗെയിംസുകളിലും ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കുചേർന്നു. എന്തായാലും മനോഹരമായ ഒരു ക്യാമ്പ് തന്നെയായിരുന്നു. ഏകദേശം ഒരു 12 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. കാര്യം നാളെ രാവിലെ എനിക്ക് പള്ളിയിൽ പോകണം. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല പനിയും കാര്യങ്ങളൊക്കെയാണ്. അവരിതുവരെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഇല്ല, ഒന്നും കഴിച്ചിട്ടുമില്ല. എന്തായാലും ഞങ്ങൾ നേരം വൈകുന്നവരെ അവിടെ നിന്നുള്ള ഒരു 12 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്തു. നേരെ ഉമ്മലസത്തേക്ക് യാത്ര തിരിച്ചു. ഇപ്പം നമ്മൾ സാക്കിറിൽ നിന്ന് നേരെ ഉമ്മലസത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെയൊക്കെ ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് ടെൻറ്റുകളുണ്ട്. ടെൻറ്റിൻ്റെയൊക്കെ സീസൺ കഴിയാറായി ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി വരുന്ന വീക്കെൻഡുകളിലൊക്കെ ഒരുപാട് ടെൻറ്റുകൾ പിന്നെ നടക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കൂടുതലും ഫാമിലീസും അതുപോലെ തന്നെ മറ്റ് ജില്ലാ അസോസിയേഷനുകളും സംഘടനകളൊക്കെയാണ് ഇത്തരത്തിലുള്ള ടെൻറ്റുകൾ എടുക്കുന്നതും ആഘോഷിക്കുന്നതൊക്കെ. ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ, അതുപോലെ തന്നെ ഒരു എല്ലാവരും കൂടെ ഒരു കൂടിച്ചേരൽ എന്നതാണ് ഒരു ടെൻറ്റ് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ഒരു സമയവും പിന്നെ ഫയർ ക്യാമ്പുകളും അതുപോലെ തന്നെ പാട്ടുകളും അങ്ങനെ ഡാൻസുകളൊക്കെ ആയിട്ട് ഒരു ഫുൾ നൈറ്റ് എൻജോയ് ചെയ്യുക, തണുപ്പത്ത് എൻജോയ് ചെയ്യുക. ഫയർ ക്യാമ്പൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടെൻറ്റ്. ആ ടെൻറ്റിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും മനോഹരമായ ഒരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ. Tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away.